നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കാശിയുമായുള്ള തന്റെ ബന്ധം അതിശയകരവും അഭേദ്യവും സമാനതകളില്ലാത്തതുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇങ്ങനെ കുറിച്ചു. കാശിയിലുള്ള തന്റെ കുടുംബാംഗങ്ങൾക്ക് ഹൃദയഭംഗമായ നന്ദി അറിയിക്കുന്നതായി പത്രിക സമർപ്പണത്തിനു ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പത്രിക സമർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു ഈ കുറിപ്പ്. വാരണാസിയിൽ നിന്ന് തുടർച്ചയായി 3-ാം തവണയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ താൻ വളരെ ആവേശത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി നിങ്ങളിൽ നിന്നെല്ലാം തനിക്ക് ലഭിച്ച അത്ഭുതകരമായ സ്നേഹവും അനുഗ്രഹങ്ങളും നിരന്തരമായ സേവന മനോഭാവത്തോടെയും പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിക്കാൻ തന്നെ പ്രചോദിപ്പിച്ചു. നിങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയും പങ്കാളിത്തത്തോടെയും കൂടി തന്റെ 3-ാം തവണയും ഈ നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി താൻ കൂടുതൽ ഊർജത്തോടെയും ശക്തിയോടെയും കൂടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു. ഗംഗാ മാതാവിന് പ്രാണമർപ്പിച്ചാണ് തന്റെ ദിവസം ആരംഭിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മമ ഗംഗയെ കാണാനും ആരാധിക്കാനുമുള്ള ഭാഗ്യം തനിക്കുണ്ട്. കാശി നിവാസികൾക്കും രാജ്യത്തുടനീളമുള്ള തന്റെ കുടുംബാംഗങ്ങൾക്കും സന്തോഷത്തിനും സമൃദ്ധിക്കും ആരോഗ്യത്തിനും വേണ്ടി മാമ ഗംഗയോട് പ്രാർത്ഥിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗംഗാ സപ്തമി ദിനമായിരുന്നു ഇന്നലെ. കാശിയിലെ കാലഭൈരവ ക്ഷേത്രം സന്ദർശിക്കാനും ആരാധന നടത്താനും ഭാഗ്യമുണ്ടായതായും പ്രധാനമന്ത്രി കുറിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ രാജ്യത്തുടനീളമുള്ള തന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിന് പുറത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പുഷ്പങ്ങൾ വിതറിയും ഹർ ഹർ മഹാദേവ്, മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടുമാണ് ജനം അദ്ദേഹത്തെ സ്വീകരിച്ചത്. വി സ്വാമി വിവേകാനന്ദ എന്ന ക്രൂയിസ് കപ്പലിലാണ് ദശാശ്വമേധ ഘട്ടത്തിൽ നിന്ന് നാമഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയത്.